പ്രതീക്ഷിക്കാം. അടിപൊളിയാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലേ? എന്നാ കൈയടിച്ച് പാസ്സായിരിക്കും. തിരുവനന്തപുരത്ത് വൻ വിജയമായിരുന്നല്ലോ സൂസു ഇഡ്ഡലി. കോഴിക്കോട്ടേക്ക് മാറാനുള്ളൊരു പ്രചോദനമല്ല, നമുക്കിങ്ങനെ ഒരു പ്രോപ്പർ നല്ലൊരു വന്നു. നമ്മുടെ ഫാമിലി റിലേറ്റീവ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നല്ലൊരു സംഭവമാണ് നമുക്ക് തോന്നി. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിയതാണ്. ഞങ്ങളൊരു 5 പേര്, ഞങ്ങളൊരു 6 പേരിൽ നിന്ന് തുടങ്ങി. ഇപ്പോൾ അത് വേറൊരു സ്ഥലത്തേക്ക് വിളിച്ചപ്പോഴേക്കും പിന്നെ നേരിട്ട് നോക്കിയില്ല കയറി തുടങ്ങാൻ. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫുഡിന്റെ ഒരു കലവറയാണ് അല്ലേ? അപ്പം ഇവിടുത്തെ ആളുകളെ എങ്ങനെ സ്വീകരിക്കുന്ന കരുതുന്നത്? നല്ല ഫുഡ് കൊടുത്താൽ അത് എല്ലാ ആളുകളും സ്വീകരിക്കുന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഇനി സൂസു ഇഡലി വേറെ ഏതൊക്കെ ജില്ലകളിലേക്കാണ്? ചുട ഇഡലി 14 ജില്ലകളിലും വരും. പിന്നെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു ബിസിനസ്സിലേക്ക് മാറിയപ്പം എന്താണ്? അങ്ങനെയൊന്നുമില്ല, ഇതങ്ങനെ ബിസിനസ്സാണ്. നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു ഡിസ്കഷന്റെ പുറത്ത് തുടങ്ങിയതാ. ദൈവഭാഗ്യം കൊണ്ട് അവിടെ ആൾക്കാർ വന്നു, ഫുഡ് നല്ലതായതുകൊണ്ട് ആൾക്കാർ വന്നു. അപ്പം ഇങ്ങനെ നമ്മളെ ഒരു രീതിയിൽ പൊക്കോണ്ടിരിക്കുക, നമ്മളങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പം സന്തോഷമുണ്ട്. അടുത്തൊരു സംഭവം തുടങ്ങുന്നത് നമുക്ക് ബിസിനസ്സിനെ പറ്റി ഒന്നും അറിയാത്ത ഒരു 5-6 പേര് ചേർന്ന് തുടങ്ങിയ ഒരു സംഭവമാണ്. അപ്പം ഇവരൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പാർട്ട്നേഴ്സും എല്ലാവരും. അപ്പം ഇവരുള്ളിടത്തോളം കാലം നമുക്ക് ടെൻഷനില്ല. തിരുവനന്തപുരത്ത് നിന്ന് എന്തെങ്കിലും വെറൈറ്റി പുതിയ സാധനം പരീക്ഷിക്കുന്നുണ്ടോ? എല്ലാം ഇവിടെ ഉണ്ട്. തിരുവനന്തപുരത്തുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഇഡലി മാത്രമേ ഉള്ളൂ.